ഗഫൂർക്ക ഗഫൂർക്ക ആരാണിത് രാവിലെ തന്നെ കിടന്ന് തൊള്ള കീറുന്നത്? ഞമ്മള് വരുന്നേ. അത് ശരിയായിനി എന്താണ്ടോ രാവിലെ തന്നെ. അല്ല ഗഫൂർക്ക, നമ്മുടെ ഷുക്കൂർ ഇവിടെ ഉണ്ടോ? എന്റെ മോൻ സുക്കൂറല്ലേ, ഓൻ ഇവിടെ ഉണ്ട്. +2 പരീക്ഷ അല്ലേ, ഈ തവണങ്ങളൊന്ന് പാസ്സായാ മതി. ഇനി പകേ അല്ല, ഷുക്കൂർ ഇന്നലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ? നിങ്ങളിപ്പോ എന്താണ് പറഞ്ഞു തരുന്നത്? അല്ല ഒന്നുമില്ല, ഓനെ അന്വേഷിച്ചിട്ട് പോലീസുകാർ അങ്ങാടിന്ന് തിരിഞ്ഞു കളിക്കണ്ടായിനി. ഓന്റെ പൊര എടിയാന്ന് ചോദിക്കുന്നതും കേട്ട് ഞങ്ങൾ പതുക്കെ സ്കൂട്ടായതാ. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി വല്ല പ്രശ്നം ഒപ്പിച്ചിട്ടുണ്ടോന്ന്. ആ കുരുത്തം കെട്ടോൻ എന്ത് കുരുത്തക്കേടാണ് പഠിത്തവനെ ഒപ്പിച്ചത്? എടാ സുക്കൂറെ ഇങ്ങോട്ട് വാ. ഇവനെന്ന് എടാ ഇങ്ങോട്ട് വരാൻ കൊള്ളപ്പോഹൻ ഉറങ്ങുന്നാണ്ടില്ലേ? അവിടുന്ന് ഹലോ ഹലോ ഹലോ, ഞമ്മള് കൊക്കയില് വീണല്ലോ. ഹലോ കൊക്കയിലോ? എടാ എനിക്കടാ അവിടുന്ന്. ബാപ്പച്ചേനു ഞമ്മള് സ്വപ്നം കണ്ട് കിടക്കേനി. എന്താ ബാപ്പച്ചേ? എടാ ഈ ഇന്നലെ വല്ല തല്ലോ മറ്റോ ഉണ്ടാക്കിയോ? ഇല്ല ബാപ്പച്ചേ. പിന്നെന്തിനാണ്ടാ അന്നെ അന്വേഷിച്ച് പോലീസുകാർ വന്നത്? പോലീസോ? എന്താ റബ്ബേ, ഞമ്മക്കൊന്നും അറിഞ്ഞൂട് ബാപ്പ. ഇനിയിപ്പോ ആ 10ാം ക്ലാസ്സിലെ സേനബാനെ നോക്കി കണ്ണിറുക്കി കാണിച്ച പ്രശ്നമായോ ബാപ്പച്ചി? അത് ഞമ്മളൊരു തമാശക്ക് കണ്ണിറുക്കി കാണിച്ചതാണ്. ഇവിടെ ആരുമില്ലേ? ഷുക്കൂറിന്റെ വീട് തന്നെ. കുടുങ്ങിയല്ലോ മോനെ, പോലീസ് ദിവാരൻ എത്തിയല്ലോ. എടാ ഈ ഇവിടെ എവിടെങ്കിലും പോയി ഒളിക്കീനടാ. വാപ്പച്ചി ഓനെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാ. എന്തായാലും സാറേ, ഷുക്കൂർ ഇവിടില്ലേ? എന്റെ പൊന്നു സാറേ, നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒന്നുമില്ല. സുക്കൂർ ഒരു പഞ്ചഭാവാണ്. ഓന്റെ കണ്ണിലൊരു പൊടി പോയി ഒന്ന് ഇറുക്കി പോയതാണ്. കണ്ണില് പൊടി പോയിന്നോ? മിസ്റ്റർ ഗഫൂർ, നിങ്ങളുടെ മകൻ ഷുക്കൂർ +2 വിദ്യാർത്ഥിയല്ലേ? അതെ സാർ. ഞങ്ങൾ ജനമൈത്രി പോലീസാണ്. കുട്ടികളുടെ പരീക്ഷാ പേടി മാറ്റാനും അവരെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കാനും വേണ്ടി സർക്കാർ നിയോഗിച്ചതാണ് ഞങ്ങളെ. അത് ശരി, അത്രയുള്ളു കാര്യം. മോനെ സുക്കൂറെ ഇങ്ങോട്ട് പോരടോ. മോനെ ഷുക്കൂർ, മോനെ പരീക്ഷാ പേടിയൊന്നും ഇല്ലല്ലോ? ഇത്രയും ദിവസം ഇല്ലേനു, ഇപ്പോ ലേശുണ്ട്. ആ പേടി മാറ്റാനാണ് ഈ മാമന്മാരെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. പത്രത്തിൽ വായിച്ചിട്ടില്ലേ? എന്നാ പിന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞുവിടാനോ? മനുഷ്യനെ വെറുതെ പേടിപ്പിച്ച്. എന്റെ പൊന്നു സാറേ, ഓൻ ആകെപ്പാടെ പഠിച്ചത് ഒരൊറ്റ വിഷയത്തിനാ. നിങ്ങളെ കണ്ട് പേടിച്ച് ഓനെ പഠിച്ചോ മറന്നിട്ടുണ്ടാവും. എന്നാലും സാറേ ഇത് വല്ലാതൊരു പണിയായി.